ഗുഡ് മോർണിംഗ് മക്കളെ. എവിടം വരെയായി നിങ്ങളുടെ റിവിഷൻ? എക്സാം ആയി. എനിക്ക് ടെൻഷനുണ്ട്. നിങ്ങൾക്ക് എക്സാം ആയപ്പോൾ ഞാൻ തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ മതിയായോ? കുറച്ച് ഞാൻ ഈയിടെയാണ് തുടങ്ങിയത്, അതുകൊണ്ട് എനിക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും തരാൻ പറ്റിയില്ല. എന്നാൽ എന്നെ കൊണ്ട് പറ്റുന്നത്ര ഞാൻ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, പറ്റുന്ന ചാപ്റ്ററിൻ്റെയൊക്കെ. അപ്പം ഇനിയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ പോവാണ്. അപ്പം എല്ലാവരും അടുത്ത 10th വരുന്ന കുഞ്ഞുങ്ങളോട് പറയണം, ഇതുപോലൊരു ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലായില്ല, അപ്പോൾ അവർക്കൊന്ന് മനസ്സിലാവും എന്തൊക്കെയായാലും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഇതങ്ങ് നിർത്തേക്കാം. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും ഇരിക്കട്ടെ എന്ന് കൂടി വിചാരിച്ചു. വന്നാലും വന്നില്ലേലും 2 മാർക്ക് വന്നില്ലേലും ഇരിക്കട്ടെ, നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചില്ല, അരിത്തമെറ്റിക് മീൻസ്, അതും കൂടി ഉൾപ്പെടുത്തിയ ഒരു ചാപ്റ്റർ, ഒരു ക്വസ്റ്റ്യനാണ്. സോറി. ഫൈൻഡ് ദ മീൻ ഓഫ് ഫസ്റ്റ് 99 നാച്ചുറൽ നമ്പേഴ്സ്. മീൻ കണ്ടുപിടിക്കാൻ. സം ഓഫ് ഫൈൻഡ് ദ മീൻ ഓഫ് ഫസ്റ്റ്, അല്ല അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മീൻ ഓഫ് ഫസ്റ്റ് 99 അത് തന്നെ നാച്ചുറൽ നമ്പേഴ്സിന്റെ മീൻ കണ്ടുപിടിക്കണം. മീൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ മീൻ കണ്ടുപിടിക്കുന്നത്? മീൻ ഈസ് ഈക്വൽ ടു എന്താണ്? സം ഡിവൈഡഡ് ബൈ നമ്പർ എന്നാണല്ലോ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സം കണ്ടുപിടിക്കണം. ആരുടെ സം കണ്ടുപിടിക്കണം? ഫസ്റ്റ് 99 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കണം. എങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻസിൽ സം കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ്? ഫോർമുല മറന്നു പോയിട്ടില്ലായിരിക്കുമല്ലോ. n×n+1 ഡിവൈഡഡ് ബൈ 2. ഓർക്കുന്നുണ്ടോ? എത്രയാണ് നമ്പേഴ്സ്? എത്ര എണ്ണുണ്ട്? 99. ബ്രാക്കറ്റിൽ 99 + 1 ഡിവൈഡഡ് ബൈ 2. നിങ്ങൾക്ക് പറഞ്ഞു തന്നെ, നിങ്ങൾക്ക് ഏറ്റവും തറവായിട്ടുള്ള ഒരു പാഠമായിരിക്കും അരിത്തമെറ്റിക് സീക്വൻസ്. അത് തുടക്കമല്ലേ, എല്ലാം നല്ലതായിട്ടിരുന്ന് പഠിക്കും എല്ലാവരും. അപ്പോൾ ഉള്ള ഫോർമുല ഇത് 99 × 99 + 1 എത്രയാണ്? 100 ഡിവൈഡഡ് ബൈ 2 ആണോ? ഞാനിത് 99 100 ചെയ്തിട്ട് ബൈ 2 ചെയ്യണോ, അതോ ഇത് നേരിട്ട് വെട്ടിപ്പടിക്കണം നമുക്കല്ലേ? അപ്പൊ ഞാൻ 100 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 50 വരും. 99 × 50 എത്രയാണ്? 99നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പോവാണ്. പിന്നെ ആ 0 കൊടുത്താൽ പോരെ. അപ്പൊ ആൻസർ 4950. എത്രയാണ് കിട്ടിയത്? സം ആണ് കിട്ടിയത്. നമുക്കിനി മീനാണ് കണ്ടുപിടിക്കേണ്ടത്. മീൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മീൻ ഈസ് ഈക്വൽ ടു സം ബൈ നമ്പർ. സം എത്ര കിട്ടി? 4950. ഇനി എന്നാ ചെയ്യാൻ പോവാ? ഇതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്പേഴ്സ്. എത്ര നമ്പേഴ്സ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞേ? 99. അപ്പോൾ ബൈ 99. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരുമെന്ന് അറിയാമോ? ഡിവൈഡ് ചെയ്ത് കാണിക്കണം. ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 99 × 5 ആണ് 4950. അപ്പം നോക്കേ, ഡിവൈഡ് ചെയ്ത് കാണിക്കാതായാലും അല്ലേ? നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കണമല്ലോ. 4950. ഇനി 99 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 99 × 5, അവൾക്ക് ഇവിടെ ചെയ്തതനുസരിച്ച് 99 × 5 495 ആണ്. പിന്നെ 0 ഉണ്ട്, 0 മേലോട്ട് വിടും. ആൻസർ 50. അപ്പം ഫസ്റ്റ് 99 നാച്ചുറൽ നമ്പേഴ്സിന്റെ മീൻ എത്രയായിരിക്കും? 50. മനസ്സിലായി? സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണമാണ്. നിങ്ങൾ നേരത്തെ അപ്ലൈ ചെയ്ത് ഇത് ഓർത്തിരിക്കുക. ഇപ്പൊ നമ്മളത് റിവൈസ് ചെയ്ത്, ഫസ്റ്റ് ചാപ്റ്റർ റിവൈസ് ചെയ്ത്, സം കാണുന്ന ഫോർമുല, സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അങ്ങനെയൊക്കെ. അതായത് അരിത്തമെറ്റിക് മീൻസ് വരുന്നതിന് സം കാണുന്ന ഫോർമുലയാണിത്. n×n+1 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു, ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പൊ ഇത് വെച്ച് നിങ്ങൾ അങ്ങ് ചെയ്യുക, അത്രയേ ഉള്ളൂ. മനസ്സിലായ മക്കളെ? ഇതോടെ ചെയ്തോ കൂട്ടത്തിൽ. ഓക്കെ, താങ്ക് യു.